ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോവുകയാണോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ഈ സീസൺ കഠിനമായൊരു സീസൺ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ടാസ്ക്. 4 പേരെ, ഒട്ടും യോഗ്യതയില്ല എന്ന് തോന്നുന്ന 4 പേരെ തിരഞ്ഞെടുക്കുക. ആ 4 പേര് ഇന്ന് മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ലൈറ്റ് വൈകുന്നേരം ഓഫ് ചെയ്യുന്നത് മുതൽ ഓൺ ചെയ്യുന്നത് വരെ ഗാർഡൻ ഏരിയയിലാണ് കിടക്കേണ്ടത്. അവിടെ ഒരു കട്ടിൽ കാണും. ആ കട്ടിലിൽ തന്നെ 4 പേരും കിടക്കണം. വേറെ എവിടെയും പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഇനി കട്ടിലിൽ കിടന്ന് ഒരാൾ ഉറങ്ങുകയാണെന്ന് കരുതുക. അയാൾ അറിയാതെ, അയാളെ ഉണർത്താതെ ആ കട്ടിൽ അവിടെ നിന്ന് അയാളെയും കൂടെ ചേർത്ത് പതിയെ എടുത്ത് ഒരു റെഡ് സോൺ ഉണ്ടാവും ഗാർഡൻ ഏരിയയിൽ, അവിടെ കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അയാൾ എവിക്റ്റ് ആണ്. ഇനി അഥവാ അയാൾ ആ കൊണ്ടുപോകുന്നതിനിടയിൽ ഉണരുകയാണെങ്കിൽ ലൈറ്റ് ഓൺ ആവും, അയാൾ പുറത്താവില്ല. അയാൾ അറിയാതെ കട്ടിലിൽ ഉറങ്ങി കിടക്കുമ്പോൾ കട്ടിലോട് കൂടിയിട്ട് അയാളെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ആ റെഡ് സോണിൽ വയ്ക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ അയാൾ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. വെടിക്കെട്ട് ടാസ്ക് ആണ് കേട്ടോ. ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 4 പേർക്കും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ 4 പേർക്കും കട്ടിലിൽ കിടന്നേ ഉറങ്ങാൻ പറ്റൂ. വേറെ ഒരിടത്തിരുന്ന് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ 4 പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് ഉറങ്ങേണ്ടി വരും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഒറ്റയ്ക്ക് ഒരാൾ ഉറക്കം വന്ന് കട്ടിലിൽ കയറി കിടക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് നൈസിനെ തൂക്കിയെടുത്ത് അയാളെ കൊണ്ടുവന്ന് കട്ടിലോട് കൂടി ആ റെഡ് ഏരിയയിൽ വെക്കുകയാണെങ്കിൽ, റെഡ് സോണിൽ വെക്കുകയാണെങ്കിൽ അയാൾ പുറത്താവുകയും ചെയ്യും. അതാണ് ഈ ഒരു ടാസ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വെള്ളിയാഴ്ച വരെയാണ് ടാസ്ക് ഉള്ളത്. അപ്പോൾ ഇതിനിടയിൽ ആരെങ്കിലും പുറത്താക്കാൻ പദ്ധതികൾ ഉണ്ടെങ്കിൽ വീട്ടുകാർക്കും ഇതിൽ തന്നെയുള്ള ആളുകൾക്കും ഒക്കെ ചേർന്നുകൊണ്ട് ആ വ്യക്തിയെ പുറത്താക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. കിഡിലൻ ടാസ്ക് ആയിട്ടാണ് തോന്നുന്നത്. ജസ്റ്റ് റീഡ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ചും കൂടെ അതിനകത്ത് ക്ലാരിറ്റി വരാനുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വരാം. തൽക്കാലം ബൈ.